നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ക്രെഡിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ നേതാക്കളെയെല്ലാം ഡൽഹിക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധിയും ഖാർഗെയും യോജിപ്പിന്റെ അന്തരീക്ഷമുണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന കർശന നിർദ്ദേശം നൽകുകയും ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചെന്നും ചെന്നിത്തല പറഞ്ഞു. അതിന്റെ പ്രതിഫലനമുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി. ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പൂർണ്ണമായ നിരീക്ഷണം, നിയന്ത്രണം ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. എത്ര സീറ്റ്? പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണത്തിൽ ഇത്തവണ ഒരു അപാകതയും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ്, മറ്റ് നേതാക്കൾ, അതോടൊപ്പം തന്നെ ആധുനികമായ മീഡിയയുടെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തത്. അപ്പം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഐക്യവും യോജിപ്പും എല്ലാം യു.ഡി.എഫിലും ഒരു കെട്ടുറപ്പുണ്ടായതുകൊണ്ട് നല്ല വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ ഈ ഭരണവിരുദ്ധ തരംഗം അതൊരു തരംഗമായിട്ട് തന്നെ പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണം, ഒരു പുതിയ ഗവൺമെൻറ് വരണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ താഴെ തലങ്ങളിൽ പ്രകടമായിരുന്നു. ഞാൻ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോവുകയും പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പൾസ് യു.ഡി.എഫിന് അനുകൂലമായിരുന്നു. അത് എല്ലായിടത്തും ദൃശ്യമായിരുന്നു. അത് പിണറായിയോടുള്ളതായിരുന്നോ അതോ ഇടതുപക്ഷ സർക്കാരിനോടുള്ളതായിരുന്നോ? സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോടുമുള്ള എതിർപ്പാണ്. അല്ല, അങ്ങനെ സീറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വലിയ തരംഗം യു.ഡി.എഫിന് അനുകൂലമായിട്ടുണ്ട്. 100 സീറ്റ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്ര വരെ പോകും എന്നുള്ളത് നമുക്ക് 4-ാം തീയതി കാത്തിരിക്കാം. ഈ എൽ.ഡി.എഫിന്റെ പരാജയത്തിൽ ഉത്തരവാദി ആരായിരിക്കും? അതൊക്കെ പറയാൻ സമയമുണ്ടല്ലോ. അല്ല, ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ബിഷപ്പുമാർക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ രൂക്ഷമായിട്ട് നിൽക്കുക തന്നെയാണ്. അവരതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. മാത്രമല്ല, കേസരിയിൽ ഇന്ന് വന്നിരിക്കുന്നത് ഈ മലയാളികളായ പുരോഹിതന്മാരും കന്യാസ്ത്രീകളാണ് ഈ രാജ്യത്തെ മുഴുവൻ ഈ മതം മാറ്റ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബി.ജെ.പിയുടെ ഇത്തരം പ്രസ്താവനകൾ അപലപനീയമാണ്. കാരണം നാട്ടിലെ ബിഷപ്പുമാരെയും കന്യാസ്ത്രീകളെയും വൈദിക പുരോഹിതന്മാരെയും ഒക്കെ ആക്ഷേപിക്കുകയും ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ടും ബി.ജെ.പി നടത്തുന്ന അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അവർ സഭാ മേലധ്യക്ഷന്മാരാണെങ്കിലും അവർക്കും ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. സഭാ മക്കളെ എങ്ങനെ നേരെ നയിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരെ ഇപ്പം ബിഷപ്പുമാരെ മുഴുവൻ വിമർശിക്കുക, അനാവശ്യമായി വിമർശിക്കുക, അവർക്ക് നേരെ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുക, അതൊന്നും കേരളത്തിൽ നടക്കില്ല. സംശയമൊന്നും വേണ്ട. ബി.ജെ.പിയുടെ അത്തരം നടപടി കേരളം അംഗീകരിക്കില്ല. അത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കും. വടക്കേ ഇന്ത്യയിൽ കാണുന്ന ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാനാണ് നീക്കമെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടും. സമാനതകളില്ലാത്ത ഒരു ന്യൂനപക്ഷ പോളറൈസേഷൻ ഇത്തവണ ഇടതുപക്ഷം ശ്രമിച്ചു എന്നാണ് ഓരോരോ കാര്യങ്ങൾ പുതുതായി വരുന്നത്. ഇന്നിപ്പോൾ SDP പരസ്യമായി എന്നാൽ രഹസ്യമായി പറയുന്ന തരത്തിൽ പറഞ്ഞു അത് കോൺഗ്രസിനായിരുന്നില്ല വോട്ടുകൾ. അത് SDP-യും PDP-യും ഒക്കെ ആയിട്ട് അവർക്ക് വളരെ ശക്തമായ ബന്ധമുണ്ടായിരുന്നു, കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 വോട്ടിന് വേണ്ടി ഏത് ചെറ്റത്തരവും കാണിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് എന്തെങ്കിലും അതല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അല്ല, അതൊക്കെ പാർട്ടിയുടേതായ ഒരു രീതിയുണ്ട്, ചെയ്യും. നിങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പിലേക്ക് ഗൗരവത്തിലെടുക്കണ്ട. അതിപ്പോൾ എഴുതുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് വേറെ എഴുതും. അത് നിങ്ങൾ ഗൗരവമായി കാണണ്ട. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തർക്കമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഹാപ്പി വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു.
അല്ലേ? ഒരു വിഷു എന്ന് പറയുന്ന മലയാളിയുടെ ഒരു പുതുവർഷമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ എല്ലാ സംതൃപ്തിയോടെ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഇത്. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾ ബിഹു, വൈശാഖി എന്ന പേരിലൊക്കെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ്. അപ്പം നമ്മുടെ ന്യൂ ഇയർ തുടങ്ങുന്നത് നാളെയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേരുന്നു. സംതൃപ്തിയോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ പുതിയ ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.